കള്ളാടി ദുരന്തവുമായി ബന്ധപ്പെട്ട ഒരു വലിയ അപ്ഡേറ്റ് പുറത്തു വരികയാണ്. മുന്നറിയിപ്പുകൾ അവഗണിച്ചതാണ് വയനാട് കള്ളാടി ദുരന്തത്തിലേക്ക് നയിച്ചതെന്ന് അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട്. ദുരന്തം മുൻകൂട്ടി പ്രവചിച്ചതായിരുന്നു. 5 തവണ രേഖാമൂലം മുന്നറിയിപ്പ് നൽകി. പരിസ്ഥിതി അനുമതിയിലെ നിബന്ധനകൾ ലംഘിച്ചോ എന്ന് പരിശോധിക്കണമെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. എന്തായാലും ഹൈക്കോടതിയിൽ നൽകിയിട്ടുള്ള ഈ റിപ്പോർട്ടിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി രേഷ്മ ബാബു ഉണ്ട്. രേഷ്മ, വളരെ ഞെട്ടിക്കുന്ന കാര്യമാണ്. കാരണം 5 തവണ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും വ്യക്തമായിരുന്നു. ജില്ലാ ഭരണകൂടത്തിനടക്കം, പ്രത്യേകിച്ച് ഈ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ജില്ലാ സംവിധാനങ്ങൾക്കടക്കം ഇതിൽ കൃത്യമായ ധാരണയുണ്ടായിരുന്നു എന്ന രീതിയിലല്ലേ ഇപ്പോൾ അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. രേഷ്മ, അതെ പ്രജിത്ത്, കല്ലാടി മണ്ണിടിച്ചിൽ ഒരു മനുഷ്യനിർമ്മിത ദുരന്തം എന്നുള്ള വ്യാഖ്യാനം തന്നെയാണ് അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നത്. അതായത് കഴിഞ്ഞ 5 തവണയാണ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ഈ അപകടമുണ്ടാകുമെന്നുള്ളൊരു മുന്നറിയിപ്പ് നൽകിയത്. പക്ഷേ ആ മുന്നറിയിപ്പൊക്കെ തന്നെ പാടെ അവഗണിക്കപ്പെട്ടു എന്നുള്ളതാണ് അമിക്കസ് ക്യൂറി റിപ്പോർട്ടായിട്ട് ഹൈക്കോടതിയിൽ നൽകിയിട്ടുള്ളത്. അതായത് ഈ കല്ലാടി പാലത്തിന് സമീപമുള്ള മണ്ണ് നീക്കം ചെയ്യണം, അത് അപകടകരമാണെന്നായിരുന്നു ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശം. പക്ഷേ ഇക്കാര്യത്തിൽ KSDMA, അതായത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി എടുത്ത നിലപാട് അത് അത്യന്തം ഗുരുതരമാണ് എന്നുള്ളതാണ് ആക്ഷേപമായിട്ടും വിമർശനമായിട്ട് അമിക്കസ് ക്യൂറി ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് ഈ 5 തവണ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയിട്ടും കാര്യമായിട്ടുള്ള ഇടപെടലോ നടപടിയോ ഒന്നും തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്ന്, അധികൃതരിൽ നിന്നും ഉണ്ടായിട്ടില്ല. പരിസ്ഥിതി അനുമതി അല്ലെങ്കിൽ പാരിസ്ഥിതിക അനുമതിയുള്ള പദ്ധതി ആയതുകൊണ്ട് തന്നെ ഇടപെടേണ്ടതില്ല എന്നുള്ളൊരു നിലപാടായിരുന്നു KSDMA സ്വീകരിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഫയൽ മടക്കുകയും ചെയ്തു. ഇത്തരമൊരു തീരുമാനം അനുചിതമാണ്. ആ തീരുമാനം പിൻവലിക്കണം എന്നുള്ളൊരു ആവശ്യവും അമിക്കസ് ക്യൂറി ഇന്ന് ഹൈക്കോടതിയിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. കരാർ കമ്പനിക്കെതിരെയും അന്വേഷണം വേണമെന്നുള്ളൊരു നിലപാട് തന്നെയാണ് അമിക്കസ് ക്യൂറി പറയുന്നത്. അതായത് ഈ കരാർ കമ്പനിയുടെ ഭാഗത്തു നിന്നും ഈ മണ്ണ് നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ഈ പാരിസ്ഥിതിക അനുമതിയുള്ള പദ്ധതികളാണെങ്കിൽ സ്വാഭാവികമായിട്ടും ദുരന്ത സാധ്യത ഉണ്ടെങ്കിൽ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ഇടപെടാൻ സാധിക്കും. പക്ഷേ ഈ ദുരന്ത നിവാരണ നിയമപ്രകാരമുള്ള നടപടികളോ ഇടപെടലോ ഇക്കാര്യത്തിൽ KSDMA സ്വീകരിച്ചില്ല എന്നുള്ളൊരു ആക്ഷേപമാണ് അല്ലെങ്കിൽ വിമർശനമാണ് അമിക്കസ് ക്യൂറി റിപ്പോർട്ടിലൂടെ വ്യക്തമാക്കുന്നത്. മാത്രവുമല്ല, ഈ ടണൽ നിർമ്മാണം, അതായത് തുരങ്കപാത നിർമ്മാണം ഒരു സുരക്ഷാ ഓഡിറ്റ് പൂർത്തിയാകും വരെ നിർത്തിവെക്കണമെന്നുള്ളൊരു ശുപാർശയും അമിക്കസ് ക്യൂറി ഇന്ന് ഹൈക്കോടതിയിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉൾപ്പെടെ പറഞ്ഞിരുന്നത് ഇക്കാര്യത്തിൽ വലിയ രീതിയിൽ നിയമപരമായിട്ടുള്ള വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്നാണ്. ഇതിൽ അമിക്കസ് ക്യൂറിയും സമാനമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. അതായത് 5 തവണ മുന്നറിയിപ്പ് നൽകിയിട്ടും എന്തുകൊണ്ടാണ് ഈ മണ്ണ് നീക്കം ചെയ്യാനായിട്ടും മറ്റ് നടപടികൾ സ്വീകരിക്കാനായിട്ടും ദുരന്ത നിവാരണ അതോറിറ്റി നടപടികൾ സ്വീകരിക്കാതിരുന്നത്? മാത്രമല്ല, അന്ന് എക്സിക്യൂട്ടീവ് കമ്മിറ്റി തീരുമാനമെടുത്തത് ഈ പാരിസ്ഥിതിക അനുമതി ഉള്ളത് കൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഇടപെടേണ്ടതില്ല, ആ ഫയൽ മടക്കിക്കോളാനായിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു. അത്തരത്തിലൊരു തീരുമാനം എടുക്കുന്നത് നിയമവിരുദ്ധമായിട്ടാണ് എന്നുള്ള ഒരു അഭിപ്രായവും അമിക്കസ് ക്യൂറി ഹൈക്കോടതി അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ KSDMA, അതായത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അധികൃതരുടെ ഭാഗത്തു നിന്നും വലിയൊരു വീഴ്ച ഉണ്ടായത് തന്നെയാണ് കല്ലാടിയിലെ മണ്ണിടിച്ചിലിന് കാരണമെന്നാണ് അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട്. മാത്രമല്ല, ഈ തൊഴിലാളികളെ വിന്യസിച്ചതിലടക്കം സുരക്ഷാ പരിശോധനകൾ നടന്നിട്ടില്ലേ? അതുകൂടാതെ തന്നെ ഈ മണ്ണെടുക്കുന്ന സമയത്തുകൂടി മണ്ണ് എടുക്കുന്നത് സംബന്ധിച്ചുള്ള നിയമവ്യവസ്ഥകളുണ്ട്. ആ വ്യവസ്ഥകൾ കമ്പനി അല്ലെങ്കിൽ കരാറുകാർ ലംഘിച്ചു എന്ന കാര്യത്തിലും അവ്യക്തതകൾ നിലനിൽക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തി നടപടികൾ സ്വീകരിച്ചെങ്കിൽ മാത്രമേ യഥാർത്ഥ വസ്തുത പുറത്തു വരികയുള്ളൂ എന്നാണ് അമിക്കസ് ക്യൂറി ഹൈക്കോടതി അറിയിച്ചിട്ടുള്ളത്. ഏതായാലും സ്വമേധയാ സ്വീകരിച്ചിട്ടുള്ള ഹർജിയിൽ തന്നെയാണ് അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട് വന്നിട്ടുള്ളത്. അടുത്ത ആഴ്ച ഇത് സംബന്ധിച്ച് ഹൈക്കോടതി ഹർജി വീണ്ടും പരിഗണിക്കുന്നുണ്ട്. എന്തായാലും സംസ്ഥാന സർക്കാരിനാണെങ്കിലും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്കാണെങ്കിലും വലിയൊരു വീഴ്ച, നിയമപരമായിട്ടുള്ള വീഴ്ച സംഭവിച്ചു എന്ന് തന്നെയാണ് അമിക്കസ് ക്യൂറി റിപ്പോർട്ടിലൂടെ ഹൈക്കോടതി അറിയിച്ചിട്ടുള്ളത്. രേഷ്മ, ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രേഷ്മ, ഇപ്പോൾ അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ടിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തലായി വരുന്നത് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ഉദ്യോഗസ്ഥ അല്ലെങ്കിൽ അതിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ഇങ്ങനെയൊരു പ്രശ്നമുണ്ടെന്ന് 5 തവണ റിപ്പോർട്ട് നൽകിയിട്ടും അതിൻ്റെ തലപ്പത്തിരിക്കുന്ന മെമ്പർ സെക്രട്ടറി അടക്കമുള്ള സംസ്ഥാന ദുരന്ത നിവാരണ കമ്മീഷണർ അടക്കമുള്ള ഈ ദുരന്ത നിവാരണ വകുപ്പിൻ്റെയും ഒക്കെ മുകളിലിരിക്കുന്ന മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഇത് കൃത്യമായി അവഗണിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒന്ന് നമ്മൾ ആലോചിക്കേണ്ടത്, ഈ കള്ളാടി ദുരന്തമുണ്ടായതിനു ശേഷം മുഖ്യമന്ത്രി ഈ KSDMA ആസ്ഥാനത്തെത്തുകയും
അവിടെ ആ മെമ്പർ സെക്രട്ടറി ആയിരിക്കുന്ന ആൾ അവിടെ എന്തൊക്കെയോ മാപ്പൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ദുരന്തത്തിനെ പറ്റിയൊക്കെ വിശദീകരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. അതായത് 5 തവണ റിപ്പോർട്ട് മുന്നിൽ വന്നിട്ട് ഒരു നടപടിയും സ്വീകരിക്കാത്തവരാണ്. അപ്പോൾ അവർ തന്നെയാണ്, ആ പറയുന്ന ആളുകൾ തന്നെയാണ് ഈ ദുരന്തത്തിന്റെ ഉത്തരവാദികൾ എന്ന് പറയേണ്ടതല്ലേ രേഷ്മ? അതെ പ്രജിത്ത്, അതായത് ദുരന്ത നിവാരണ നിയമപ്രകാരം തന്നെയാണ് ഈ KSDMA അഥവാ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പ്രവർത്തിക്കുന്നത്. പക്ഷേ അതിന് വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനവും ഇടപെടലുമാണ് KSDMAയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളതെന്നാണ് അമിക്കസ് ക്യൂറി പറയുന്നത്. ആ റിപ്പോർട്ട് ഏറെ പ്രസക്തമാണ്. കാരണം പ്രജിത്ത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ KSDMAയുടെ ഭാഗത്തു നിന്നും വലിയൊരു വീഴ്ച ഉണ്ടായത് വലിയൊരു ദുരന്തത്തിലേക്ക് കാരണമായിരിക്കുകയാണ്. സാധാരണ രീതിയിൽ ഈ ദുരന്ത നിവാരണ അതോറിറ്റി പെട്ടെന്ന് തന്നെ ഇടപെടൽ നടത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ച് വയനാട് പോലെയുള്ള ഒരു പ്രദേശത്ത്, പരിസ്ഥിതി ലോല പ്രദേശത്ത് ഇതിനു മുന്നേ മണ്ണിടിച്ചിലും ദുരന്തമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ നിർദ്ദേശവും ഈ മുന്നറിയിപ്പും ഒക്കെ തന്നെ എന്തുകൊണ്ടാണ് ദുരന്ത നിവാരണ അതോറിറ്റി അവഗണിച്ചത് എന്നുള്ളൊരു ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരം കിട്ടിയിട്ടില്ല. പ്രത്യേകിച്ച് ഈ കല്ലാടി പാലത്തിന് സമീപത്തെ മണ്ണ് കൂമ്പാരം അത് അത്യന്തം അപകടകരം എന്നുള്ളതായിരുന്നു DDMA അല്ലെങ്കിൽ വയനാട് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രധാനപ്പെട്ട മുന്നറിയിപ്പ്. അത് അവഗണിച്ചുകൊണ്ട് ആ ഫയൽ മടക്കാനായിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു KSDMAയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. അതിനവർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാരണം പാരിസ്ഥിതിക അനുമതിയുള്ള പദ്ധതി ആയതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഇടപെടാനാകില്ല എന്നുള്ളൊരു നിലപാടായിരുന്നു KSDMA സ്വീകരിച്ചത്. പക്ഷേ ഒരു ദുരന്ത നിവാരണ നിയമപ്രകാരം ഏതെങ്കിലും ഘട്ടത്തിൽ ഏതെങ്കിലും പദ്ധതി അതിന് പാരിസ്ഥിതിക അനുമതി ഉണ്ടായിരുന്നിരിക്കട്ടെ എങ്കിൽ കൂടിയും ഒരു ദുരന്ത സാധ്യത ഉണ്ടെങ്കിൽ അക്കാര്യത്തിൽ KSDMAക്ക് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്ക് നിയമാനുസൃതം തന്നെ നടപടി സ്വീകരിക്കാനും ഇടപെടാനും സാധിക്കും. പക്ഷേ ഇക്കാര്യത്തിൽ ഇവിടെ വീഴ്ച വന്നിട്ടുള്ളത് KSDMAയുടെ അധികൃതർക്ക് തന്നെയാണ്. അവർ ആ ഫയൽ മടക്കിക്കൊണ്ട് ആ 5 തവണയും നൽകിയിട്ടുള്ള മുന്നറിയിപ്പ് അവഗണിക്കുകയായിരുന്നു. ആ മുന്നറിയിപ്പ് അവഗണിച്ചത് കൊണ്ട് തന്നെയാണ് ഇത്രയധികം ആളുകൾ മരിക്കുന്ന ഘട്ടത്തിലേക്ക് ആ ദുരന്തത്തിന്റെ വ്യാപ്തി എത്തിച്ചേർന്നത്. നേരത്തെ സംസ്ഥാന സർക്കാർ ഹൈക്കോടതി വ്യക്തമാക്കിയത് കൃത്യമായിട്ട് കാര്യങ്ങൾ സമയോചിതമായിട്ട് ഇടപെട്ടത് കൊണ്ടാണ് ദുരന്തത്തിന്റെ വ്യാപ്തി അത് കുറയ്ക്കാൻ സാധിച്ചതെന്നാണ്. ഈ KSDMA കൃത്യമായിട്ട് ഇടപെടലോ നടപടിയോ സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഈ ഒരു ദുരന്തം തന്നെ ഒരുപക്ഷെ ഉണ്ടാകില്ലായിരുന്നു. ഇത്രയധികം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകില്ലായിരുന്നു. എന്തായാലും ഈ KSDMAയുടെ ഭാഗത്ത് നിന്ന് അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായ നിയമപരമായിട്ടുള്ള വീഴ്ച അത് അത്യന്തം ഗൗരവകരമാണെന്നാണ് ഈ പറയുന്ന അമിക്കസ് ക്യൂറി റിപ്പോർട്ടിലൂടെ ഹൈക്കോടതിയിൽ ഉന്നയിച്ചിട്ടുള്ളത്. ഈ റിപ്പോർട്ട് പരിശോധിച്ചുകൊണ്ട് അടുത്ത ഘട്ടത്തിൽ അടുത്ത ആഴ്ച ഹൈക്കോടതി ഇക്കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് കടക്കും. എന്തായാലും കരാറുകാരുടെ ഭാഗത്ത് നിന്ന് മാത്രമല്ല വീഴ്ച ഉണ്ടായിരിക്കുന്നത്. ദുരന്ത നിവാരണ നിയമപ്രകാരം നടപടികൾ സ്വീകരിക്കേണ്ട സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും നിയമാനുസൃതമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കപ്പെട്ടില്ല, വീഴ്ച ഉണ്ടായിട്ടുണ്ട്. 5 തവണ കിട്ടിയിട്ടുള്ള അപകടകരമായിട്ടുള്ള മുന്നറിയിപ്പ് അവഗണിച്ചതാണ് ഈ മനുഷ്യനിർമ്മിത ദുരന്തത്തിന് കാരണമായിട്ട് മാറിയിട്ടുള്ളത്. ഓക്കെ രേഷ്മ, എന്തായാലും വരും മണിക്കൂറുകളിൽ നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ട ചോദ്യവും അത് തന്നെയാണ്. 5 തവണ മുന്നറിയിപ്പ് നൽകിയിട്ടും എന്തുകൊണ്ട് KSDMA പോലെ സംസ്ഥാനത്ത് ദുരന്തങ്ങൾ മിറ്റിഗേറ്റ് ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ട ഏറ്റവും വലിയ ഏജൻസി മൗനം പാലിച്ചു, അല്ലെങ്കിൽ കുറ്റകരമായ അനാസ്ഥയുണ്ടായി എന്നുള്ളത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് റൈറ്റ് സൈഡിൽ ജനം TV ചൂണ്ടിക്കാട്ടിയിരുന്നു KSDMA എന്ന് പറയുന്ന സംവിധാനം എത്രത്തോളം കുത്തഴിഞ്ഞതാണെന്ന്. അപ്പോൾ അതിനുള്ള കൂടുതലായ തെളിവുകളാണ് വരുന്നത്. വരും മണിക്കൂറുകളിലും ഈ വിഷയം കൂടുതലായി ചർച്ച ചെയ്യാം.